പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളാണിത്. ഇത് ഇപ്പം മഴക്കാലമായതുകൊണ്ട് അങ്ങ് പുറമേ ഒന്നും ഇറക്കാനൊന്നും പറ്റില്ല. ചെറിയ കുട്ടികളായതുകൊണ്ട് അധികം മഴക്ക് ഇളക്കാത്തത് തന്നെയാണ് നല്ലത്. പിന്നെ പൂച്ചയോ ഇതെല്ലാം പിടിക്കുന്നതിനും എല്ലാം അതുകൊണ്ട് എല്ലാ കുട്ടികളും ബാക്കിയായിട്ട് നിൽക്കും. പിന്നെ തള്ളക്കോയിനെ പിന്നെയെന്ന് വെച്ചാൽ കോഴിക്കൂട്ടിൽ എപ്പോഴും വൃത്തിയായിട്ട് നിൽക്കുകയും പിന്നെ ഇങ്ങനെ ഈർച്ചപ്പൊടി ഇട്ട് കൊടുത്താൽ പിന്നെ കോഴിക്കുട്ടികളുടെ കാലിനും കൈക്കെല്ലാം നല്ല ആരോഗ്യം വരും. ഇവർ നമ്മൾ പുറമേ ഇളക്കിയതുപോലെ തന്നെ ചിള്ളി കളിക്കും. പിന്നെയെന്ന് വെച്ചാൽ ഈ തീറ്റേൻ്റെ കൂടെ കുറേശ്ശെ ഇലകളും എന്തെങ്കിലും മുരിങ്ങയിലയോ അല്ല ചീര പോലത്തെ അങ്ങനത്തെ എല്ലാം ചെറുങ്ങനെ മുറിച്ചിട്ടിട്ട് കൊടുത്താൽ അവർക്ക് പ്രാക്ടീസ് ആവും. പിന്നെ തിന്നാനിട്ട് കൊടുക്കുമ്പോൾ ഇതെപ്പോൾ ബാ എന്ന് പറഞ്ഞ് വിളിച്ച് ശീലിപ്പിച്ചാൽ നമ്മൾ പിന്നെ എപ്പോൾ വിളിക്കുമ്പോൾ എല്ലാം വരാനുള്ള പ്രാക്ടീസും കൂടിയാണ്. പിന്നെ ഈർച്ചപ്പൊടി ഇട്ട് കൊടുത്ത കോഴി തീട്ടത്തിൻ്റെ നാറ്റം ഉണ്ടാവില്ല. അത് 1-2 ദിവസം 2-3 ദിവസം കൂടുമ്പേ മാറ്റേണ്ടി വരും. അന്നേരം കോഴികൾക്ക് പേനൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഈ കോഴിക്കൂട്ടിൽ തന്നെ ഈ കോഴിത്തീട്ടെല്ലാം ഉണ്ടാകുമ്പോഴാണ് ഈ പേന് വന്നിട്ട് കോഴിക്കുട്ടികളെ മേൽ തേച്ച് വിചാരി കടിക്കുന്ന വേണ്ട. അത് പേന് വന്നാൽ പിന്നെ നമുക്ക് ആർക്കും തന്നെ അതിനെ പോറ്റേണ്ട വിചാരം വരെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനെ ഈർച്ചപ്പൊടിയെല്ലാം ഇട്ട് കൊടുത്താൽ നല്ല കാറ്റും വെളിച്ചെല്ലാം കിട്ടുന്ന പോലെ ഇങ്ങനെ നെറ്റിൻ്റെ കൂടെല്ലാക്കിയാൽ പിന്നെ നമുക്ക് കോഴിനെ വളർത്താനും നല്ല വരുമാനം ഉണ്ടാക്കാനും സാധിക്കും. പിന്നെ ഈ കോഴിക്കൂട് നെറ്റിൻ്റെ ആകുമ്പോൾ ഇങ്ങനെ ഒരു പിന്നെ കാലിത്തീറ്റയിൽ ചാക്കാറ്റിട്ട് കുറച്ച് ഈർച്ചപ്പൊടി ഇട്ട് കൊടുത്താൽ അവർക്ക് ചിള്ളി കളിക്കാൻ നല്ല സുഖമാണ്. അത് നമുക്ക് ആ ചാക്കോടെ ഇങ്ങ് വലിച്ച് ഒന്നും വൃത്തിയുണ്ടാവില്ല, നനവും ഒന്നും ഉണ്ടാവില്ല ഈർച്ചപ്പൊടി ഇടുന്നതുകൊണ്ട്. അപ്പോൾ വേഗം തന്നെ ക്ലീൻ ചെയ്യാനും കഴിയും. പിന്നെ മഞ്ഞൾ വെള്ളം കുടിക്കാൻ കൊടുക്കുക. ഇലകളെല്ലാം ഇവർ കൊത്തി തിന്നും പ്രാക്ടീസായാൽ. പിന്നെ അത് ആദ്യം സ്റ്റാർട്ടർ കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. നല്ല ആരോഗ്യമുള്ള കോഴി. ഇതിപ്പോൾ 1 മാസം എത്തിയ കോഴിക്കുഞ്ഞുങ്ങളാണ്. നല്ല ഉഷാറിന് ഇതുവരെ ഒന്നും തൂക്കൽ വരുവോ ചിറക് പൊതിച്ച് കിടക്കുകയോ ഒന്നും തരില്ല. കഴിയുന്നതും ഈ മഴക്കാലം മഴയത്ത് വിടാത്തത് തന്നെയാണ് നല്ലത്. നമ്മളെ കുട്ടികളെ മഴയത്ത് വിടാത്ത പോലെ തന്നെ മഴയില്ലാത്ത സമയം കുറച്ച് നേരം ഇളക്കുന്നുണ്ടെങ്കിൽ ഇളക്കാം. എന്നാലും ഞാൻ ഈ വലിയ കൂട്ടിൻ്റെ അകത്താണ് ഈ വാതിലെല്ലാം അടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് നല്ലോണം ഈർച്ചപ്പൊടിയിട്ട് ഇതിലാണ് ഇങ്ങനെ തുറന്ന് വിടുക കോഴിക്കൂട്ടിൽ നിന്ന് പറന്ന് കളിക്കേണ്ടിയിട്ട്. എന്നാലും ഞാൻ മഴയായത് കൊണ്ട് പുറമെ വിടാറില്ല. അതുകൊണ്ട് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ട്, ഒരു ക്ഷീണവും ഇല്ല. നമ്മളെ കോഴിക്കുട്ടികളെല്ലാം നല്ല സന്തോഷത്തോടെ പുറമെ വിട്ടതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കളിക്കുന്നത്. ഇതേപോലത്തെ ഒരു സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണ് എപ്പോഴും കോഴിക്കുട്ടിയൊക്കെ നല്ലത്. വെറും ഈ അതിൻ്റെ ഉള്ളിലിട്ട പോലെ ഒന്നും ഈർച്ചപ്പൊടിയോ ഉമിയോ ഒന്നും ഇട്ട് കൊടുക്കാണ്ട് പിന്നെ നമ്മൾ കൂട്ടിൽ വളർത്താമെന്ന് വെച്ചാൽ അവർക്ക് ഒരു സന്തോഷം ഉണ്ടാവില്ല. ഇതിപ്പോൾ നമ്മൾ പുറമെ ഇട്ടതുപോലെ തന്നെയാണ് ഇവരിതിൻ്റെ അകത്ത് നിന്ന് കളിക്കുന്നത്. നല്ല സന്തോഷത്തോടെ ഇവർ ഇതിൻ്റെ അകത്ത് നിന്ന് തുള്ളി കളിക്കുന്നു, പറന്ന് കളിക്കുന്നു. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ്. ഇതിൻ്റെ അടുത്ത് വന്ന് നിന്നാൽ നമ്മൾ സമയം പോകുന്ന അറിയില്ല. ഒരു മാനസികമായിട്ട് ഭയങ്കര സന്തോഷമായി. വേറെ ഒന്നും ചിന്തിക്കാൻ വരുന്നത് സമയം കിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും തന്നെ ഒരു 5-10 കോഴിക്കുട്ടികളെ വളർത്തുക. ഈ നാടൻ കോഴിയായാൽ നമുക്ക് അടയിരുത്തിയിട്ട് പിന്നെയും വിരിയിപ്പിക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഒരു മാനസിക സന്തോഷത്തിനും കൂടി നമ്മളെ ആരോഗ്യത്തിനും നമ്മളെ മുട്ട തന്നെ നമ്മളെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഒരു 5-8 കോഴീനെ വളർത്തിയാൽ നമുക്ക് സന്തോഷത്തോടെ നമ്മളെ മുട്ട തന്നെ കഴിക്കുകയും ചെയ്യുക, ആരോഗ്യം ഉണ്ടാവുകയും ചെയ്യും. പിന്നെ നമ്മൾ തന്നെ വളർത്തുമ്പോൾ പലതരം പിന്നെ ഇലകളും പച്ചക്കറികളിൻ്റെ വേസ്റ്റും എല്ലാം ഇവർക്ക് കൊടുത്താൽ ഇവർക്കും ആരോഗ്യമാണ്. നമുക്ക് കോഴിത്തീറ്റയ്ക്ക് ലാഭം ഉണ്ടാവും. ഇലകളെല്ലാം നല്ലവണ്ണം തിന്നും കോഴികൾ. പിന്നെ കോഴിക്കോടും ഇങ്ങനെ ഈർച്ചപ്പൊടിയിട്ട ഒരിക്കലും വൃത്തികേടാകുന്നില്ല. നല്ല ആരോഗ്യമുള്ള കുട്ടികളെ കിട്ടുകയും ചെയ്യും.